ഒന്നും നടന്നില്ല. നടന്നില്ല. അപ്പുറം അപ്പുറം അല്ലേടാ, നീ അപ്പുറത്തെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവര് അപ്പുറത്തെ റൂം ഇപ്പുറത്തെ റൂം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ കാണിച്ചത്. ഇവിടെ പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ അനുമോളുടെ ഒരു വോയിസ് ക്ലിപ്പ് ചോദിക്കുന്നത്. അനുമോളുടെ വളർച്ചയിൽ അസൂയാണ് രേണു. ചേർത്ത് പിടിച്ചേ, കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ. ആ ചുണ്ടിലും തൊട്ടെ, കണ്ണിലോട്ട് നോക്കിയേ, ഇടുപ്പി ചേർത്ത് പിടിക്കേ. ആ നെറ്റിക്ക് രുമ്പ കൊടുത്തേ, നെറ്റിയിലും കൂടെ കൊടുക്ക. അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് പിടിക്ക് ദാസേട്ട്, കുറച്ചുകൂടെ റൊമാൻസ് ഇട്ടെ. അങ്ങോട്ട് കൊടുക്ക കുമാരേട്ടാ. കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ആയില്ലേ, പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത പിള്ളേരാണൊക്കെ കിടന്ന് കാണിക്കുന്നതിന് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമുക്ക് പുതിയ പുതിയ ഷോർട്ട് ഫിലിം കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ ഇപ്പൊ അഭിനയിക്കുന്നത് റീച്ച് ആവത്തുള്ളൂ. റീച്ച് ആയാലല്ലേ നമുക്ക് പേയ്മെന്റ് ഒരുപാട് കിട്ടത്തുള്ളൂ. എല്ലാം സുധിച്ചേട്ടനും കുടുംബത്തിനും വേണ്ടിയാണല്ലോ എന്ന് അറിയുമ്പോഴത്തേക്കിനും മനസ്സിനൊരു ആശ്വാസം മാത്രമേ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രേണു സുധി നമ്മുടെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോളുമായിട്ടൊരു ഓപ്പൺ ചലഞ്ചിനായിട്ട് തന്നെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അതിനുശേഷം കാമുകനെ ഈ പറയുന്ന സ്ക്രീനിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടധികം കമന്റുകൾ രേണു സുധിയുടെ വീഡിയോയുടെ താഴെ വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം രണ്ടുപേരും കൂടെ എവിടെ ഇരുന്ന് വാരി കൊടുക്കുന്നു, വായി വെക്കുന്നു, കുറെ പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറെ കമന്റുകൾ അതിന്റെ താഴെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കമന്റ് ഒന്നും നമുക്ക് ഇതിനകത്ത് എടുത്ത് വെച്ച് വലുതായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം കണ്ട് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും വലുതല്ലല്ലോ കമന്റ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണിക്കാം. എന്തായാലും നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ കണ്ണമ്പളൊക്കെ ഒരു അടി അടിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോക്കണം. എന്റെ അഡ്രസ് ഞാൻ പറഞ്ഞു തരത്തില്ല, നിങ്ങൾ കണ്ടുപിടിച്ചു നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാവുള്ളൂ. കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ ഹൈപ്പുകൾ എൻ്റെ വീഡിയോയ്ക്ക് കിട്ടണം. അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ വീഡിയോയുടെ താഴെ എല്ലാവരും ഹൈപ്പ് കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ അനുമോളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം വെരി ഫസ്റ്റ് നമ്മുടെ ആരാണ് രേണു സുധി കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം ബാക്കി കാണാം. ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചാർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു ഞാൻ പറയട്ടെ. ഇന്ന് ബിഗ് ബോസില് ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടക്കുന്നു. എല്ലാവരും അനുമോളുണ്ടായിരുന്നു, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഷൂപ്പ് ഇനാഗ്രേഷന് ഞാനും പോയില്ലല്ലോ. എന്റെ കാര്യം ആരും പരാമർശിക്കാത്ത എന്താ? ഞാൻ പോയില്ല. എന്തുകൊണ്ടാ എന്നെ വിളിച്ചില്ല? അതുകൊണ്ട് ഞാൻ പോവാത്തത്. അപ്പം അനുമോളുമായിട്ട് സ്വരച്ചേർച്ച ഉണ്ടോന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് തൊട്ടപ്പുറത്ത് മഹാരാജാസിന്റെ ഉദ്ഘാടനമായിരുന്നു. അനുമോൾ അവിടെ പോയായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും ഔചിത്യം ഉണ്ടോ? അപ്പൊ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇതുപോലുള്ള പരിപാടികൾ കാണിക്കുന്നത്? ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടി പറയുക. അല്ലെങ്കിൽ എല്ലാ ചോദ്യത്തിനും വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള മറുപടികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണല്ലോ രേണു സുന. എന്തുകൊണ്ട് ഇതിന് വ്യക്തമായിട്ടൊരു മറുപടി കൊടുത്തില്ല? അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗോൾഡൻ ഡയറീസ് നമ്മുടെ വിവിധയുടെ ചാനലിനകത്ത് ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അനുമോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവിധയായിട്ട് സംസാരിക്കുന്ന ഒരു ഔട്ട്. ആ ഔട്ട് നമുക്കൊന്ന് കേൾപ്പിച്ച് ഇതിന് ശേഷമാണ് ചേച്ചിയുടെ ഒരു മൾട്ടിപ്പിൾ ഡിസോർഡർ നമുക്ക് കാണാനായിട്ട് പോകുന്നത്. ഇവിടെ പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്, ആ ഒരു ലോഞ്ചിന്. ആ കാര്യം അവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എന്റെ നാട്ടിലെ അമ്പലത്തില് എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ ഓൾറെഡി നൂബിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാന്ന്? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവരുടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, എൻ്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമാണ് രേണു ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആണ് കൊടുക്കേണ്ട. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോണ്ടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
അനുമോൾ ഇതിന് കൊടുത്തിട്ടുള്ള ആൻസർ വളരെ വ്യക്തമാണ്. കാരണം അനുമോളുമായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേന് അനുമോളുമായിട്ട് സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല എന്ന് പറയണം. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു മറുപടി. അല്ലാതെ മണിക്കുട്ടിയായിട്ട് ഓട്ടിച്ചിട്ട് വേറൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നുള്ളത് അത്ര വലിയ നല്ല കാര്യമൊന്നുമില്ല രേണുസുതി. പിന്നെ നിന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ വിവാദങ്ങൾക്ക് നടുവിൽ നിന്ന് നൃത്തം ചെയ്യുക എന്നുള്ളത് ഒരു ആനന്ദവും വിനോദവുമായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതിനെപ്പറ്റി വലുതായിട്ടൊന്നും എനിക്ക് ചർച്ച ചെയ്യാനുമില്ല, പറയാനുമില്ല. എന്തായാലും ആ പെണ്ണിന് പറയാനുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രേണുസുതി എന്ന് പറയുന്ന ഒരു ചേച്ചി പല കാര്യങ്ങളും പറയുന്നതും ഞാൻ ഒരിക്കലും കേൾക്കാറില്ല, ഞാൻ ഇതൊരിക്കലും കാണാറില്ല, നിങ്ങളിടുന്ന വീഡിയോസ് ഞാൻ കാണാറില്ല, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഞാൻ കേൾക്കാറില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതായത് എൻ്റെ വ്യക്തി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇരിക്കുന്നത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനകത്ത്, എൻ്റെ വ്യക്തിത്വം നിങ്ങൾ പറയുന്നതിനകത്ത് ഇരിക്കുന്നത്. ഞാൻ അവരൊക്കെ പറയുന്നത് കേട്ട് മാത്രം മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ്. അതിന് വ്യക്തമായ ഒരു എക്സാമ്പിളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വോയിസ് വന്ന സമയത്ത് ഈ ക്യാമറ കൊണതാപ്പം തൂക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഓരോ മാമന്മാരുണ്ടല്ലോ, ആ മാമന്മാർ ഈ സാധനത്തിനെ വളച്ചൊടിക്കും. കാരണം അവർക്ക് പെട്ടെന്ന് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ രേണുസുതിയുടെ എന്തെങ്കിലും ഒരു വലിയ ബൈറ്റ് കിട്ടണം. അത് രേണുസുതിയെ സംബന്ധിച്ച് ചെറിയ ചെറിയ ബൈറ്റുകളാണ് കൊടുക്കുന്നതെങ്കിലും ഏതെങ്കിലും ഒരു വലിയ ബൈറ്റ് ഇതിനിടയിൽ കൂടെ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവന്മാരെ വായി നിട്ട് തന്നെ ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിച്ച് നൂത്ത് വടക്കിയെടുത്ത് പുതിയ ഒരു TMT കമ്പിയായിട്ട് എടുത്തിട്ട് ചേച്ചിയുടെ കൊണ്ടുകൊടുക്കും. ചേച്ചി ഉടനെ കമ്പി കിട്ടിയ പാതി കിക്കാത്ത പാതി മറ്റേ കഴിക്കുന്ന പപ്സ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പി കയറി ഒരൊറ്റ കടിയാ. ആ കടിയാ നമുക്ക് കാണാനുള്ള, ചേച്ചിയുടെ കടി കാണാം ആദ്യം. അനുമോളുടെ ഒരു വോയിസ് ക്ലിപ്പ് ചോദിക്കുന്നത് അനുമോളുടെ വളർച്ചയിലാണ്. ആർക്കും ഒരു ഡൗട്ടില്ല, ചേച്ചി ഇതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അഭിനയിച്ചിട്ടില്ല, ചോദിക്കുന്ന ചോദ്യമല്ല, കാണാൻ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. സോറി രേണു എന്നാണ് പറയുന്നത്. അനുമോളുടെ വളർച്ചയിൽ ഞാൻ ഇതിനാണ് അസൂയപ്പെടുന്നത്. അനുമോൾ എന്ന് പറയുന്നത് കൊല്ലം സുധിച്ചേട്ടന്റെ ഒരു സഹപ്രവർത്തകയാണ് അല്ലേ. അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് അനുമോൾ. അനുമോൾ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വർഷം മുന്നേ അറിയാവുന്നതാണ് ഈ ബിഗ് ബോസിലെ ഷാനവാസിക്കൊക്കെ രേണു ചേച്ചിക്കും പിന്നെ ഒരാളെ കൂടെ ജിഷൻ ചേട്ടനും എന്നെ അറിയാവുന്നതാണ് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, സുധിച്ചേട്ടന്റെ സഹപ്രവർത്തകനാണ് അവരെ. രേണു അടുത്ത തവണ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് രേണുവിന ഞാൻ പരാമർശിച്ചിരിക്കും. ഞാൻ കൊടുക്കും. എൻ്റെ 7 അറ്റം എവിടം വരെ 7 അല്ല 8 അറ്റം 9 അറ്റം എത്ര അറ്റം പോവാ അറ്റത്തെല്ലാം കയറി ഞാൻ പിടിക്കും. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഈ അഭിനയം കണ്ടിട്ട് കൈയടിച്ചവര്, തളർന്ന് കിടന്നവർ വരെ എഴുന്നേറ്റ് കൈയടിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളിനകത്ത് അഭിനയിച്ച ജയസൂര്യ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിൽ ഇരിക്കുന്നവർ വരെ എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചിട്ടുണ്ട്. കാരണം അമ്മാതിരി അഭിനയം. അറിയാം. അതിന് അനുമോളുടെ വളർച്ച അന്ന് തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ അനുമോള് വളരുന്നത്. എന്ത് അസൂയ? എനിക്കൊരു അസൂയയില്ല. അവര് വിന്നറായത് അവരുടെ കഴിവ് കൊണ്ടാണ് വിന്നറായത് അല്ലേ. അല്ലെങ്കിൽ അനുമോള് വളർത്തുന്നതിന് സന്തോഷമാണ്. അനുമോൾ എന്തോ കൊന്നത്തെങ്ങ വളർന്നു പോകാനായിട്ട് എന്താ പറയാ, അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു എന്താ പറയാ കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫാണ്. ഇപ്പം വളർന്നു വരുന്ന ഒരു ചെറിയൊരു രീതിയിൽ വെച്ചില്ല. അനുമോളൊക്കെ എത്രയോ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്കൊരു അനുമോളുടെ വളർച്ചയിൽ എനിക്കൊരു അസൂയയില്ല. ഒരു ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ സുധിച്ചേട്ടന്റെ വൈഫാണ്, ഞാൻ ചെറിയൊരു സെലിബ്രിറ്റിയാണ്. സുധിച്ചേട്ടന്റെ വൈഫ് എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ആഗ്രഹിക്കപ്പെടും. എന്നാലും സുധിച്ചേട്ടന്റെ കാര്യം പറഞ്ഞതിക്ക് ചേച്ചി കൊടുക്കാനുള്ള എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ചോദിച്ച കാര്യമാണ്. അടുത്തൊരു വിവാദത്തിന്റെ സാധനം ചൂട് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന കാര്യം. ഇതിനകത്ത് അനുമോളോടൊരു കാര്യം പറയണം. അനുമോൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ വക ഉടായ്പ പരിപാടിക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ നിൽക്കാതെ സ്വന്തം കാര്യം നോക്കി, സ്വന്തം നാട്ടിൽ അമ്പലത്തിൽ ഇനാഗ്രേഷൻ ഉണ്ടെന്നൊക്കെ അല്ലേ പറയുന്നത്, അവിടോട്ട് പോവുക, ഇനാഗ്രേഷൻ ചെയ്യുക. അങ്ങനെ പാറി പറന്ന് ഇങ്ങനെ പോവുക. അങ്ങനെയല്ല വിട്ട് കിടക്കത്തില്ലേ, ആ രീതിയിലേക്ക്. ഓക്കെ, ഇനി അടുത്ത ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് റൂമിൽ താമസിച്ചു എന്ന് പറഞ്ഞൊരു വിവാദം വന്ന് പടപ്പെട്ടതോ അതിൻ്റെ എനിക്കറിയാൻ വയ്യ എന്തൊക്കെയാണ്. ഈ പെണ്ണുമുള്ള എന്തൊക്കെ കാണിച്ചാലും അതെല്ലാം ക്യാമറയുടെ മുന്നിൽ നിന്നേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് പല ചോദ്യങ്ങൾ വരും. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് അത് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അതിനുത്തരം പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വീണ്ടും അതിനകത്ത് വരും. ആരാ നടന്നു വരുന്നത്? അമ്മച്ചിയാണ്. ആരുടെ അമ്മച്ചി കേട്ടോ, എൻ്റെ അല്ല. എന്തായാലും അമ്മച്ചി പോട്ടെ കേട്ടോ, ചാനലിൽ കാണാം. എന്തായാലും വീട്ടിൽ കാണുന്നെങ്കിലേ ശരി എന്നാ. അപ്പം അമ്മച്ചിയുടെ കാര്യമല്ല നമുക്ക് പറയാനുള്ള. രേണുസുതി അങ്ങനെ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുതിയ വിവാദത്തിന് വന്നിരിക്കുകയാണ്. ആ വിവാദങ്ങൾ ചൂട് പിടിക്കുന്നത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തന്നെ ഒരു പറ്റത്തൂ നിങ്ങൾ കണ്ടുവരാം കേട്ടോ. റിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാൻ എയറിലായതാണ്. ഇനി ഇതിനെ പറ്റി ചോദിച്ചേക്കല്ലോ. അയ്യോ അങ്ങനല്ല, അങ്ങനെ കാണിച്ചല്ലോ. ഇനി അങ്ങനെ പറയല്ല, ഞാൻ റിംഗ് ഇതായിട്ടേക്കും അതുകൊണ്ട് എങ്ങനെ കാണിക്കുന്നു. ഞാൻ അത് കാണിച്ചെന്ന് പറഞ്ഞേക്കല്ലോ. മതി ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ചേച്ചി അങ്ങനല്ല. ഈ വിവാദം എങ്ങനെങ്കിലും ചൂട് പിടിക്കണമെന്ന് ഒരൊറ്റ ആഗ്രഹത്തോടു കൂടി മാത്രമാണ് നടുക്കത്തെ വിരള പൊക്കി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും വേണം. ഇനി കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഇത് ആട്ടി കാണിച്ചു കൊടുക്കുകയും വേണം. അതാണ് ചേച്ചിയുടെ പരിപാടി. നീ നിങ്ങൾ നോക്കതേ റിംഗ് ഇട്ടേക്കുന്ന വിരല് ഞാൻ ഇങ്ങനെ കാണിച്ചു. സെന്റർ വിരല അല്ല, ഞാൻ സെന്ററിൽ വിരൽ ഇട്ടോണ്ട് കാണിച്ചത്. നിങ്ങൾക്കുള്ള സമാധാനം ആയല്ലോ. റീച്ച് എന്നെ എടുത്തിട്ട് ബ്ലോഗർമാരാലോ നിങ്ങൾ എന്തിനാണ്? ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ വിരൽ കാണിച്ചപ്പോഴത്തേന് മില്യൺസ് അടിച്ചു കയറാനായിട്ട്. എന്റെ പൊന്നാ, നമുക്ക് അടുത്തേലോട്ട് പോവേ. ഇത് രാവിലെ ഇട്ടോണ്ട് വന്നപ്പോഴേ ഇത് ഇട്ടോണ്ട് ഇറങ്ങിയപ്പോ എന്റെ അമ്മയും പപ്പയും ചിരിക്കുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി എന്താന്ന് വെച്ചാൽ പറയാം.
അയ്യോ മമ്മയും പപ്പ മാത്രമല്ല നാട്ടുകാർ മൊത്തം ചിരിച്ചോണ്ടിരിക്കുക. മമ്മയും പപ്പ അവസാനമാണ് ചിരിച്ചത്. നാട്ടുകാർ ചിരിയൊന്നും കണ്ടില്ല. മമ്മ വെച്ച് പപ്പ മാത്രം ചിരിക്കുന്നത് കണ്ടുള്ളൂ. എന്റെ പൊന്നു എന്തൊരു ചിരിയാന്നറിയാവോ? ചുമ്മാ അല്ല ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതിന് തന്നെയാ ഞാൻ ഇടുന്നെന്ന് പറഞ്ഞു. ഇനിയും പോരട്ടെ എന്ന് പറഞ്ഞു. എങ്ങോട്ടാ എടാ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുവാ ഞാൻ എനിക്കറിയാൻ ഇതൊക്കെ ഇത്. അപ്പോ ഓക്കെ ജ്യൂസ് കുടിക്കുന്നത് വരെ ക്യാമറക്കകത്ത് കുടി അല്ല ചാനലല്ല, അതെന്റെ പുതിയ മൊബൈൽ ഫോണാ. എന്റെ പൊന്നു പെണ്ണെ, ജ്യൂസ് കുടിക്കുന്നത് ക്യാമറയുടെ മുന്നിൽ, ആഹാരം കഴിക്കുന്നത് ക്യാമറയുടെ മുന്നിൽ, കിടന്നുറങ്ങുന്നത് മാത്രം ഒരു ലൈവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സ്പീഡിനും തൊപ്പിക്കും ശേഷം മൂന്നാമത്തെ സ്ട്രീമറായിട്ട് രേണുസുതി ചിലപ്പോൾ രംഗത്ത് വന്നിരിക്കേണ്ട മെയിൻ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വന്ന ഒരു രേണുസുതി ഇപ്പോഴത്തെ ഒരു രേണുസുതി ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇങ്ങനെ ആക്കി എടുക്കാം. അതുകൊണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും വലിയ ഡിഫറൻസാ. പണ്ട് കണ്ട രേണുസുതിയിൽ നിന്നും ഈ രേണുസുതി എന്നല്ല, പണ്ടത്തെ രേഷ്മ പി തങ്കച്ചനിൽ നിന്നും സുതിയെ കല്യാണം കഴിച്ചതിന് ശേഷം വന്നു നിൽക്കുന്ന രേണുസുതിയിലേക്കുള്ള ഒരു പരിണാമം. അത് മറ്റേ ഹോമോസാപ്പിയൻസ് ഒക്കെ പോലെ വലിയൊരു പരിണാമമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എന്നും പറയാറുണ്ട്. ചിലവര് പറയുന്നത് ഞങ്ങളുടെ കൂടെ എന്തിനും, അതായത് ഇപ്പം ഒരു പ്രമോഷൻ വന്നാലോ ഒരു ഇനോഗ്രേഷൻ വന്നാലോ അവരുടെ ഒരു അംഗത്തെ പോലെ എന്നൊക്കെയാണ് പറയുന്നത്. അത് കോഴിക്കട ഇനാഗ്രേഷന് പോയ കോഴിയെ പിടിച്ച് വെട്ടി കണ്ടിച്ച് വരുന്ന നാട്ടുകാർക്ക് വീണ്ടും എടുത്ത് പാക്കറ്റിനകത്ത് ഇട്ട് കൊടുക്കുവോ? അങ്ങനെയാണ് അവരുടെ അംഗത്തെ പോലെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാൻ പറ്റിയ രേണുസുതി എന്തൊക്കെയോ ആണ്. ഇനി എന്റെ ചേച്ചിയുടെ മെയിൻ കണ്ടന്റ് കാണിക്കാൻ പറഞ്ഞത്, അതായത് വീക്ക്ലി ഒരു തവണ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിരിക്കണം. അതാണ് ഇതിന്റെ മെയിൻ സാധനം. കിച്ചു എന്തിനാണ് അങ്ങനെ? ഇന്നീ നിമിഷം വരെ കിച്ചു എന്റെ ഒരു ആൽബോ ഒരു റീലോ ഇന്ന് വരെ കണ്ടിട്ട് എന്നെ കുറ്റപ്പെടുത്തിയത്. എന്നെ അത് ആ ചെറുക്കൻ കാണാത്തോണ്ടായിരിക്കും, വരുമ്പോഴത്തേനെ സ്കിപ്പ് അടിച്ച് കളയുമായിരിക്കും. അതായിരിക്കും കുറ്റപ്പെടുത്തുന്ന കാര്യം കിച്ചുവിനില്ല. എന്തിനാണ് കിച്ചുവിനറിയാം ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അവൻ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? എന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ തോന്നിവാസം നടന്നിട്ട് തോന്നിവാസത്തിനുള്ള വഴി കൂടെ അല്ല ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് എനിക്കറിയാം. ഞാൻ തോന്നിവാസം നടന്നിട്ടോ തോന്നിവാസം കാണിച്ചിട്ടോ അല്ല പൈസ ഉണ്ടാക്കുന്ന പറയുമ്പോഴത്തേക്കിനെ അപ്പുറത്തിരിക്കുന്ന ചേച്ചിതാ എടി ഭീകരി അങ്ങനെയൊക്കെ ഒരു നോട്ടം കാണുമ്പോ നമുക്ക് പലതും പറയാമല്ലോ. നോട്ടം കണ്ടിട്ട് പറഞ്ഞാണേ. അറിയാവുന്ന ജോലി നാടകമാണേലും ആൽബം ആണേലും റീലാണെങ്കിലും ഇനോഗ്രേഷൻ ആണേലും പ്രൊമോഷൻ ആണെങ്കിലും അന്തസ്സായിട്ട് ചെയ്ത് പകൽ വെട്ടത്തിൽ ചെയ്താണ് ഞാൻ പൈസ മേടിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ വേണ്ടാത്ത രീതിയിൽ ഞാൻ ഇന്ന് വരെ പൈസ ഉണ്ടാക്കുന്നില്ല. അങ്ങനത്തെ ഒരു ആളുമല്ല ഞാൻ. നമ്മളാരും ഇപ്പൊ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പകൽ വെട്ടത്തിലോ മറ്റേ ട്യൂബ്ലൈറ്റിന്റെ വെട്ടത്തിലോ മിന്നാമിനിങ്ങിന്റെ ചന്തിയിലെ വെട്ടത്തിലോ എവിടെങ്കിലും ഒക്കെ പോയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങൾ പൈസ ഒപ്പിക്കുക. ഇങ്ങനെ ഇതൊക്കെ ക്യാമറ വന്ന് പറഞ്ഞ് വീണ്ടും ഒരു വിവാദം സൃഷ്ടിക്കുക, അതിനെ തുടർന്ന് ജീവിക്കുക, അതിനെ തുടർന്ന് ഓരോരുത്തരും അരി മേടിക്കുക എന്നൊക്കെയുള്ള ചേച്ചിയുടെ ഒരു വലിയ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അത് വളരെ വലുതാ കേട്ടോ. അടുത്തത് എന്താണ്? ബ്ലൂംസ് ആണ്. ബ്ലൂംസിൽ വന്നപ്പോ ഇവിടെ തൃശ്ശൂര് ഫോൺ ചെയ്യുന്നത് ക്യാമറ വെച്ച്. അയ്യോ 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 അങ്ങനെ സ്പീക്കറിൽ പറയല്ലേ എല്ലായിടത്തും ക്യാമറ ഉണ്ടെന്ന്. അയ്യോ അയ്യോ ചേച്ചി എന്നിട്ട് ചെവി വെക്കുക. ചെവി വെച്ചിട്ട് ചേച്ചി ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി ഉറക്കെ അങ്ങ് സംസാരിക്കും. ഓ എന്നെ കാണണമെന്നുള്ള കാര്യത്തിൽ ഓക്കെ ഓക്കെ. ഞാൻ ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ വന്നതാണോ പ്രമോഷന് വന്ന. ഞാൻ ഇത് കഴിഞ്ഞ് വിളിക്കാം. 2 സെക്കൻഡ് വീഡിയോ കൂടെ വരും. എടാ കാണുന്നില്ലല്ലോ. അവൻ ബ്യൂട്ടി പാർലർ അങ്ങനെ 2 സെക്കൻഡ് ഒരു വീഡിയോ കോളിലൊക്കെ വന്നാൽ ആ ആരാധകർക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു ആരാധക വൃന്ദമാണ് കേട്ടോ രേണുസുതിക്കുള്ളത്. അത് വളരെ വലിയൊരു കാര്യം. അങ്ങനെ വിളിക്കുമ്പോൾ എടുക്കുക, അതിന് വീഡിയോ കോൾ ചെയ്യുക. ആ വീഡിയോ കോൾ ചെയ്യുന്നത് കൂടെയുള്ള ക്യാമറാമാൻമാർക്ക് വീണ്ടും കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ നിർത്തി ഓരോ വീഡിയോ കോളൊക്കെ ചെയ്യുക. മറ്റേ അരിപ്രാഞ്ചിയും മറ്റേ ശ്രീനിവാസൻ അഭിനയിച്ചൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഓഹോ 1000 കോടിയുടെ എസ്റ്റേറ്റോ അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ ശേഷം എനിക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റിയ ഏക വ്യക്തി ഈ ചേച്ചി മാത്രമായിരിക്കും കേട്ടോ. അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതിനൊരു മെയിൻ സാധനം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട്, അതായത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം മഞ്ഞ മീഡിയാസ് ഉണ്ടല്ലോ, ആ മീഡിയാസിനെ സംബന്ധിച്ച് ഒരു കോണ്ടന്റ് കിട്ടിയായിരുന്നു. ആ കോണ്ടന്റ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മഞ്ഞ ഷർട്ടിട്ട യുവാവുമായിട്ട് രേണുസുതിയുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കമന്റുകൾ വന്നു.
ഇതൊക്കെ ക്യാമറ കാണിച്ച് എല്ലാം സൂചിച്ചേട്ടന് വേണ്ടിയാണല്ലോ. ഇതൊന്നും റീലല്ല. ഞാൻ എന്റെ വെളിച്ചത്തിൽ, അതായത് ഞാൻ എന്റെ പകൽവെട്ടത്തിലാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഞാൻ എന്റെ പകൽവെട്ടത്തിൽ എനിക്ക് പൈസ കിട്ടുന്ന റീൽസും എനിക്ക് വ്യക്തിപരമായ സാധനങ്ങളെ ഞാൻ കാണിക്കൂ. ഇത് ഏത് സിനിമയുടെ ഭാഗമായിട്ടുള്ളതാണെന്ന് നമുക്കറിയത്തില്ല, ഏത് റീലിന്റെ ഭാഗമായിട്ടുള്ളതെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു സൈഡിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുന്നത് മാത്രമാണ്. പക്ഷേ ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കമന്റ് എന്താണോ അത് വ്യക്തമായിട്ട് അതിന്റെ താഴെ വരുന്നുണ്ട്. അങ്ങനെ മാത്രം കണക്ക് കൂട്ടിയാൽ മതി. അതിനുശേഷം തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം ഇവനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടുത്ത ഡ്രസ്സിൽ, അതായത് ഡ്രസ്സ് മാറുന്നതോളം ടോപ്പിക്ക് മാറുക, പിന്നെ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോവുക, ഇതെല്ലാം രേണുസുധിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനുശേഷം പറയും നോക്കാം. എന്താണ് നടന്നത്? ശരിക്കും എന്താണ് നടന്നത്? ഒന്നും നടന്നില്ല. ഞങ്ങൾ അപ്പുറം അപ്പുറം അല്ലേടാ, അപ്പുറം ഇപ്പുറം അപ്പുറത്തെ റൂം, നീ അപ്പുറത്തെ റൂം അല്ല, മറ്റേ അവരൊക്കെ അപ്പുറത്ത്. എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ റൂം ഇപ്പുറത്തെ റൂം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ കാണിച്ചത്. അപ്പൊ ചേച്ചി പറയാൻ മറന്നു പോയതായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം വീണ്ടും മറന്നു പോയതായിരിക്കും. അയ്യോ അപ്പുറത്തെ റൂം ഏതാ, ഇപ്പുറത്തെ റൂം ഏതാ, എപ്പുറത്തെ ബെഡ് ഏതാ, ഇതൊക്കെ ഒന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് പറയണോടാ. ഞങ്ങൾ റൂം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ റൂമിൽ, ഞാൻ ഇപ്പുറത്തെ റൂമിൽ കിടന്നത്, അവൻ മറ്റേ കെട്ടിൽ കിടന്നത്, ഞാൻ ഈ കെട്ടിൽ കിടന്നത്, ഞാൻ ഈ ബെഡ്ഷീറ്റ് ചൂടിയത്, ഇവൾ ഈ ബെഡ്ഷീറ്റാ ചൂടിയത്, ഞങ്ങളുടെ തലേണ്ട അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് മറ്റേ ഇരിക്കുമ്പോ കുതിക്കുന്ന ഡാൻസിങ് കാറാകുമോ, ഇരിക്കുമ്പോ കുതിക്കുന്ന ഇത് വേണം. എന്റെ പൊന്നോ, ഇതൊക്കെ എന്തുവാ? അത് ഒരു ദിവസം കൊച്ചിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്, ഫ്ലാറ്റിലേക്ക് കൊടുക്കാൻ വന്നാൽ കൊടുക്കാം. ആ വാച്ച് കൊണ്ട് പിന്നെ കയ്യില് കുറെ സാധനങ്ങളല്ലേ, എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ ഇല്ലേ, എല്ലാം ഉണ്ട്. ഷൂട്ട് കഴിഞ്ഞു ഡ്രസ്, ഷൂ, വാച്ച് ഷൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതല്ലേ പറഞ്ഞ വന്നല്ലേ തരാൻ പറ്റുള്ളൂ. ഇവിടെ ഇരുന്നിട്ട് തരാൻ പറ്റത്തുള്ളൂ, അതത്രേ ഉള്ളൂ. വന്നില്ലെങ്കിൽ തരാൻ പറ്റത്തില്ല. തരാൻ പറ്റുള്ളൂ. എല്ലാ അനിയനാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആഗ്രഹിക്കും, അല്ല അറിയുമ്പോഴത്തേക്കിനെ നമുക്കൊരു കോപ്പുമില്ല. പിന്നെ അടുത്ത് നോക്കാം. എന്തായാലും അത് ആ ഒരു കാര്യം കഴിഞ്ഞേ, അതായത് അപ്പുറത്തെ റൂമിലാണ് ഇപ്പുറത്തെ റൂമിലാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വന്ന് ചേച്ചിയുടെ അടുത്ത വീഡിയോ വേണോടാ. ഞാൻ കഴിച്ചു. ചേച്ചി വന്നാ ഞാൻ കഴിക്കും. ചേച്ചിയുടെ അരിമയ അനിയനെ അടിമയില്ല, അതന്നെ അരിമയായ അടിമയല്ല, അരിമ. തീർച്ചയായിട്ടും അങ്ങനൊന്നും അല്ല, ഒരിക്കലും ഇല്ല. അതൊക്കെ നമ്മുടെ മൈൻഡും നമ്മുടെ തോന്നലും. ഇവനെ നമ്മൾ അനിയനായിട്ട്, അല്ലെങ്കിൽ ഇവനെ നമ്മൾ അങ്ങനെ കണ്ട അനിയനായിട്ട് കണ്ട അങ്ങനെ, ഇനി വേറെ രീതി കണ്ട അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അത് മനുഷ്യരാണ്. ഞാൻ അനിയനായിട്ട് കാണുന്നത്, പക്ഷെ വേറെ രീതി കണ്ട അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. എന്തോ ആ കവി ഉദ്ദേശിക്കുന്നത് വ്യക്തമാവുന്നില്ല. അതായത് വേണ്ട, ഇപ്പൊ 2-3 കേസം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് വയ്യ. ഫീലിങ്സും കാര്യങ്ങളും ഉള്ളൊരു ഞാൻ ഇവനെ കാണുന്നത് അനിയനായിട്ട് എന്ന് പറഞ്ഞ ബ്രദറായിട്ട് കണ്ട അങ്ങനെ കാണത്തുള്ളൂ. ഞാൻ അതിപ്പോ ഒരു റൂമിൽ കിടന്നാലും ഇരുന്നാലും അത് മാറത്തില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ. എനിക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ കയറി അറിയത്തില്ല. നിനക്കും അങ്ങനെ തന്നെ. എന്നോട് പറഞ്ഞു ചേച്ചി അതിലൊന്നും കാര്യമൊന്നുമില്ല. ചേച്ചിന്ന് വിളിക്കുന്ന പറഞ്ഞ ചേച്ചി ആവണമെന്നില്ല, അനിയാന്ന് വിളിക്കുന്ന പറഞ്ഞ അനിയനാവണമെന്നില്ലല്ലോ. അതിലൊന്നും വലിയ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഞാൻ എന്റെ കാര്യം പറഞ്ഞു. എന്തായാലും ഒരു റൂമിൽ കിടക്കുന്ന കഥ പറയുന്നത്, കഴിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ, കുടിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ, ഫോൺ വിളിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ, വീഡിയോ കോൾ വന്ന ക്യാമറയ്ക്ക് മുന്നിൽ, ഒരുത്തനുമായിട്ട് നിന്ന് ചുംബിക്കുന്ന രീതിയിലുള്ള സംസാരിക്കുന്നത് വരെ ക്യാമറയ്ക്ക് മുന്നിൽ.